പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ക്ലാസ്സൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ വീണ്ടും ഓൺലൈനിലൂടെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ക്ലാസ്സുകളൊക്കെ ശ്രദ്ധിച്ച് കാണുക. സംശയങ്ങളൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ, അതായത് ദീപ് ചലാവോ എന്ന കവിതയിലെ കുറേ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത്. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചെയ്തത്. അപ്പോൾ എല്ലാവരും അത് മുഴുവനായിട്ട് കുറച്ച് കുട്ടികളും കൂടി അയച്ചു തരാനുണ്ട്. അത് മുഴുവൻ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് അയച്ചു തരാം. ഓക്കെ, ഇന്ന് നമ്മൾ തേർഡ് യൂണിറ്റിലേക്കാണ് പോകുന്നത്. തേർഡ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പോൾ തേർഡ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ നംഗേ പയർ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഒരു കഥയാണ്, കഹാനി. വെങ്കടേഷ് മാഡ്ഗുൽക്കർ എന്ന് പറഞ്ഞ ഹിന്ദി സാഹിത്യത്തിലെ പ്രസിദ്ധനായ കവിയാണ് വെങ്കടേഷ് മാഡ്ഗുൽക്കർ. അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു കഥയാണ് നംഗേ പയർ. അപ്പോൾ ചാപ്റ്റർ എടുക്കുന്നതിന് അതിന് മുന്നേ ഒരു ചിത്രം കാണാം. അതിൻ്റെ താഴത്ത് നോക്കൂ. ഏക് ദാവത് മേ മുല്ല നസീറുദ്ദീൻ ദോനം ഹാത്ത് സേ ഖാന ഖാ രഹാ ഥാ. ഒരു ഫംഗ്ഷനിലെ മുല്ല നസീറുദ്ദീൻ തൻ്റെ ദോനം ഹാത്തോമേ, തൻ്റെ രണ്ട് കൈകൾ കൊണ്ടും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ചിത്രം കണ്ടാൽ മനസ്സിലാവും. കിസിനെ ടോക്കാം. ആ സമയത്ത് ആരോ പറഞ്ഞു, മുല്ല യഹ് ക്യാ കർ രഹേ ഹോ? മുല്ല, നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദോനോ ഹാത്ത് സേ ഖാ രഹേ ഹോ? രണ്ട് കൈകൾ കൊണ്ടാണോ ഭക്ഷണം കഴിക്കുന്നത്? തീസര ഹാത്ത് ജോ നഹി, മുല്ല നെ ജവാബ് ദിയ. അപ്പൊ മുല്ല മറുപടി പറഞ്ഞ എന്താ? തീസര ഹാത്ത് ജോ നഹി, മൂന്നാമതൊരു കൈ എനിക്കില്ല, അതുകൊണ്ട് ഞാൻ ഉള്ള രണ്ട് കൈകൾ കൊണ്ടും ഭക്ഷണം കഴിക്കുന്നു എന്ന് പറഞ്ഞു. താഴെ നോക്കൂ. ജീനയ്ക്ക് ലിയെ കിത്തനെ ഹാത്തോ കി ജരൂരത്ത്? ജീവിക്കാൻ എത്ര കൈയിൻ്റെ ആവശ്യമുണ്ട്? താഴെ ക്യാ കബി സ്വച്ഛായ, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ജോ ബിനാ ഹാത്ത് ജീനയ്ക്ക് മസ്ബൂർ, കൈയും മറ്റ് അവയവങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കുന്ന ആളുകളുടെ പ്രയാസത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലേ? നല്ലൊരു ചോദ്യമാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന പല ആളുകൾക്കും ശാരീരിക പ്രയാസങ്ങളിലൂടെ ഒരുപാട് കഷ്ടപ്പാടൊക്കെ അനുഭവിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ആ രീതിയിൽ നോക്കുമ്പോൾ നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ്. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ജന്മനാൽ തന്നെ ഒരു കാലില്ലാത്ത ബേബി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെയും ദാരിദ്ര്യം കാരണം കാലിൽ ഒരു ചെരുപ്പ് പോലും വാങ്ങിയിടാൻ പറ്റാത്ത ഒരു പോസ്റ്റ്മാൻ്റെയും കഥ വളരെ രസകരമായി ലളിതമായിട്ട് അവതരിപ്പിക്കുകയാണ് നംഗേ പയർ എന്നുള്ള ഈ കഥയിലൂടെ ലേഖകൻ. അപ്പം നമുക്ക് പാഠഭാഗത്തിലേക്ക് വരാം. എല്ലാവരും നല്ലോണം ശ്രദ്ധിച്ചിരിക്കുക. നംഗേ പയർ. നംഗേ പയർ എന്ന് പറഞ്ഞാൽ, നംഗേ എന്ന് പറഞ്ഞാൽ നഗ്നമായ, പയർ എന്ന് പറഞ്ഞാൽ കാല്, നഗ്നമായ കാലുകൾ എന്നാണ് ആ ഹെഡിങ്ങിൻ്റെ അർത്ഥം. കഹാനി സ്റ്റോറിയാണ്. ദോപഹർ കാ സമയ, ഒരു ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം, അതാണ് ദോപഹർ കാ. ബേബി അപ്പിനെ പളങ്ക് പർ ബൈഠി ഖിഡ്കി സേ ബാഹർ ദേഖ് രഹി थी. ബേബി തൻ്റെ ബെഡിൽ ഇരുന്നിട്ട് ജനവാതിലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഖിഡ്കി എന്നാണ് ജനവാതിൽ. ബീച്ച് ഹാൾ മേ ലഗേ റേഡിയോ മേ 12:30 ബജെ കെ റിക്കാർഡ് ബജ് രഹേ थे. ഹാളിൻ്റെ മധ്യത്തിലെ 12:30-ക്കുള്ള കലാപരിപാടികളൊക്കെ റേഡിയോയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, റെക്കോർഡ് ചെയ്തുകൊണ്ട്. ശാന്ത് മാഹോൾ മേ ഗീതോം കെ സുർ ഗുഞ്ച് രഹേ थे. ശാന്തമായ മാഹോൾ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം, ശാന്തമായ അന്തരീക്ഷത്തിൽ പാട്ട് ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സാംനെ കാ ബന്ദ് ഫാടക് ഖോൽക്കർ പോസ്റ്റ്മാൻ ഭീതറായ. തൊട്ടടുത്തുള്ള ഗേറ്റ്, ഫാടക്, തൊട്ടടുത്തുള്ള ഗേറ്റ് തുറന്നിട്ട് പോസ്റ്റ്മാൻ ഉള്ളിലേക്ക് വന്നു.
വീടിന്റെ ഗേറ്റ് തുറന്നിട്ട് പോസ്റ്റ്മാൻ ഉള്ളിലേക്ക് വന്നു. അഹാത്തെ കി ബജരി പർ ഉസ്കി ആഹട്ട് സുനായി. മുറ്റത്തുള്ള ഈ ചരലിൽ അദ്ദേഹത്തിന്റെ കാൽ പെരുമാറ്റം കേൾക്കാമായിരുന്നു. അഹാത്തെ എന്ന് പറഞ്ഞാൽ മുറ്റം, ബജരി എന്ന് പറഞ്ഞാൽ ചരൽ, ആഹട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ ശബ്ദം. ഓക്കെ. പോസ്റ്റ്മാൻ കി ആവാസ് ഉസ്കെ കാനോമേ ആയി. പോസ്റ്റ്മാൻ വരുന്ന ശബ്ദം അവളുടെ ചെവിയിൽ കേട്ടു. കാനോ, ചെവികളിൽ. പർ ഫർഷ് പർ ടാക്ക് ഗിർനെ കി ആവാസ് സുനായി നഹീ. എന്നാൽ ഫർഷ്, തറയിൽ കത്ത് വന്ന് വീഴുന്ന ശബ്ദം അവൾ കേട്ടില്ല. എന്താണ് കേട്ടത്? പോസ്റ്റ്മാൻ വരുന്ന ശബ്ദം കേട്ടു, എന്നാൽ തറയിൽ കത്ത് വന്ന് വീഴുന്ന ശബ്ദം അവൾ കേട്ടില്ല. ബേബി പീച്ചെ മുടി. ബേബി പിന്നിലേക്ക് തിരിഞ്ഞു. സമ്പൽക്കർ പളങ് സൗദരി. അങ്ങനെ നിയന്ത്രിച്ചുകൊണ്ട് അവൾ ബെഡിൽ നിന്ന് എണീറ്റു. ഫിർ ബൈസാഖിയോं के सहारे एक एक कदम चलकर दरवाजे तक आई. പിന്നീട് തന്റെ ഊണുവടിയുടെ സഹായത്തോടെ, അല്ലെ, അവൾക്കൊരു കാലില്ലാന്ന് നമ്മൾ പറഞ്ഞു, അപ്പൊ ആ ഊണുവടിയുടെ സഹായത്തോടെ അവൾ ഓരോരോ സ്റ്റെപ്പ് വെച്ച് ദർവാസത്തായി, ഈ വാതിലിന്റെ അടുത്തേക്ക് എത്തിച്ചേർന്നു. ബന്ദ് ദർവാസെ ഗോൽനെ മേ ഉസേ തോടാ സമയം ലഗാ. അടച്ചിട്ട വാതിൽ തുറക്കാൻ അവൾക്ക് കുറച്ച് സമയം വേണ്ടിയിരുന്നു. ദർവാസെ സെ ബാഹർ और हाल को पार कर आगे आने में देर लगी. വാതിൽ തുറന്നിട്ട് അവിടുന്ന് അങ്ങോട്ട് അപ്പുറത്തെ പുറത്തെ സിറ്റ് ഔട്ടിലേക്ക് കടക്കാനും അവർക്ക് കുറച്ച് സമയം വേണ്ടി വന്നു. ഇതൊക്കെ എന്താണ് സമയം വേണ്ടി വരാനുള്ള കാരണം എന്ന് നമുക്കറിയാം, അല്ലേ? വഹ് ദർവാസയെ पर पहुंची. അങ്ങനെ അവൾ അവിടെ വാതിലിന്റെ പുറത്തെത്തി. വഹാം ഹാത്ത് മേ ടാക്ക് ലിയെ പോസ്റ്റ്മാൻ ഗഡാ ഥാ. അവിടെ ആര് നിൽക്കുന്നുണ്ട്? കയ്യിൽ കത്തുമായിട്ട് പോസ്റ്റ്മാൻ നിൽക്കുന്നുണ്ട്. ഗഡാദ എന്ന് പറഞ്ഞാൽ നിൽക്കുക എന്നാണ്. ഫർസ് പർ ടാക്ക് ഫേങ്ക് കർ അഭി ഗയി കയാ നഹീ ഥാ. തറയിൽ കത്തിട്ടിട്ട് അയാൾ പോയിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ മനസ്സിലാവേണ്ട ഒരു കാര്യം, സാധാരണ കത്ത് തറയിലിട്ട് പോവലാണ് പോസ്റ്റ്മാൻ ചെയ്യല്. അതുകൊണ്ടാണ് ഇന്ന് തറയിൽ കത്ത് വീഴുന്ന സൗണ്ട് അവൾ കേൾക്കാത്തതുകൊണ്ടാണ് ബേബി എന്ത് ചെയ്തത്? എണീറ്റ് പോയി നോക്കിയത്. ഓക്കെ, ഇനി അടുത്ത ഭാഗം നോക്കൂ. सीढ़ियों के ऊपर होकर उसने हाथ बढ़ाया. സ്റ്റെപ്പ്, സീഡി എന്ന് പറഞ്ഞ സ്റ്റെപ്പ്, സ്റ്റെപ്പിന്റെ മുകളിൽ നിന്നിട്ട് അവൾ കൈ നീട്ടി. ഹാത്ത് ബടായ. ഉസ്നെ ധ്യാൻ ദിയാ കി ആജ് പോസ്റ്റ്മാൻ ദൂസരാ ഹി. അവൾക്ക് മനസ്സിലായി. ധ്യാൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാന്നൊക്കെയാണ്. അവൾ ശ്രദ്ധയോടെ നോക്കിയപ്പോൾ അവൾക്ക് മനസ്സിലായി, ഇന്നത്തെ പോസ്റ്റ്മാൻ ദൂസര, വേറൊരു പോസ്റ്റ്മാനാണ്. ദൂസര എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ, വേറൊരു, മറ്റൊരു എന്നൊക്കെയുള്ള അർത്ഥം. മറ്റൊരു പോസ്റ്റ്മാൻ. സദാ ക വഹ് ദാടി വാല പോസ്റ്റ്മാൻ നഹീ. സാധാരണ വരുന്ന താടിക്കാരനായ പോസ്റ്റ്മാൻ അല്ല ഇന്ന് വന്നത്. ബച്ചോं के से चेहरे वाला एक नया പോസ്റ്റ്മാൻ. കുട്ടികളുടെ മുഖം പോലെ തോന്നിക്കുന്ന ഒരു നയ പോസ്റ്റ്മാൻ. നയ എന്ന് പറഞ്ഞാൽ പുതിയത്, പുരാന എന്ന് പറഞ്ഞാൽ പഴയത്, പുതിയൊരു പോസ്റ്റ്മാൻ. അപ്പോൾ ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് കത്ത് തറയിൽ വീഴാതിരിക്കാനുള്ള കാരണം? പുതിയ പോസ്റ്റ്മാൻ ആയിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും പഴയ പോസ്റ്റ്മാൻ എങ്ങനെയായിരുന്നു നമുക്ക് ഊഹിച്ചെടുക്കാം. എങ്ങനെയായിരുന്നു? അയാൾ കത്ത് തറയിലിട്ടിട്ട് അയാൾ പോവായിരുന്നു പതിവ്. ബാക്കി നോക്കൂ. ഉസ്നേക്ക് നസർ ബേബി കെ പൈരോം കി ഓർ ദേഖ. അയാൾ പെട്ടെന്ന് ആദ്യമായി വന്ന സമയത്ത് ബേബിയുടെ പൈരോം കി ഓർ ദേഖ, കാലുകളിലേക്ക് നോക്കി. ഉസെ ഷായദ് ദക്ക സലക. അയാൾക്ക് പെട്ടെന്ന് ഒരു ഞെട്ടലുള്ള പോലെ തോന്നി. അവളുടെ കാലുകളിലേക്ക് നോക്കിയപ്പോൾ ഞെട്ടലുള്ള പോലെ തോന്നി. ഉസ്നെ ടാക്ക് ബേബി കെ ഹാത്ത് മേ ദേ ദി. അയാൾ തന്റെ കയ്യിലുള്ള കത്ത് ബേബിയുടെ കയ്യിലേക്ക് കൊടുത്തു. ബൂഢെ പോസ്റ്റ്മാൻ കി തരഹ ഇസ് പോസ്റ്റ്മാൻ നെ ഉസ്സെ കോയി ബാത് നക്കി. ആ പഴയ പോസ്റ്റ്മാനെ, വൃദ്ധനായ പോസ്റ്റ്മാനെ പോലെ തന്നെ ഈ പോസ്റ്റ്മാനും കൂടുതലൊന്നും സംസാരിച്ചില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് പഴയ പോസ്റ്റ്മാൻ എങ്ങനെയുള്ളതാണെന്നുള്ളൊരു അറിവ് നമുക്ക് കിട്ടും. അയാൾ കൂടുതലൊന്നും സംസാരിക്കാത്ത, കത്ത് ഇട്ടിട്ട് പോകുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കാം. माम के हाथ में ठाक देकर बेबी पीछे और मुड़ी और बड़ी कुर्सी पर बैठकर बोली. അമ്മയുടെ കയ്യിൽ കത്ത് കൊടുത്തിട്ട് അവർ കുർസി പർ ബൈഠക്കർ, കസേരയിൽ ഇരുന്നിട്ട് അവൾ പറയാണ്, മാം ആജ് കാ പോസ്റ്റ്മാൻ നയാതാ. അമ്മേ, ഇന്നത്തെ പോസ്റ്റ്മാൻ നയാതാ. നയാ എന്ന് പറഞ്ഞാൽ പുതിയതാ. തോ അപ്പൊ അമ്മ ചോദിക്കും, അതിനിപ്പോ എന്താ? ഇസ്മേ ആശ്ചര്യക്ക് കോൺസി ബാത്. അതിലിപ്പോ ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ലല്ലോ, അതിലിപ്പോ പുതുമൊന്നുമില്ലല്ലോ എന്നാണ് അമ്മ പറഞ്ഞത്. ബദൽ ഗയാ ഹോഗ, മാറ്റം കിട്ടി വന്നതായിരിക്കും, പുതിയ ആളായിരിക്കും എന്നൊക്കെ അമ്മ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു. ബേബിക്ക് മാം നെ
ബാലമിത്ര का नया अंग बेबी के आंचल में रखा. ബേബിയുടെ അമ്മ ബാലമിത്രത്തിന്റെ പുതിയ പതിപ്പ് ബേബിയുടെ മടിയിൽ വെച്ച് കൊടുത്തു. അങ്ക് എന്ന് പറഞ്ഞാൽ പതിപ്പ്, ലക്കം എന്നൊക്കെ പറയാം. ഫിർ റേഡിയോ ബന്ദ് കർക്കെ അപ്പിനെ കമരെ മേൽ ചലി ഗയി. പിന്നീട് റേഡിയോ ബന്ദ് കർക്കെ ഓഫ് ആക്കിയിട്ട് അമ്മയുടെ റൂമിലേക്ക് പോയി. കമരെ മേൽ ചലി ഗയി എന്ന് പറഞ്ഞാൽ അവരുടെ റൂമിലേക്ക് പോയി. दोपहर में बेबी को हमेशा अकेलापन लगता. ഉച്ചയ്ക്ക് ശേഷമുള്ള ഈ സമയത്താണ് ബേബിക്ക് അക്കേലാപ്പൻ ലഗത്ത എന്ന് പറഞ്ഞാൽ ലഗത്ത, ഒറ്റപ്പെടൽ അനുഭവപ്പെടുക. അമ്മ അവരുടെ റൂമിലേക്ക് പോയി, പിന്നെ ബേബി ആ സമയത്ത് ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് അല്ലേ. കാരണം എന്താണ്, അവൾക്ക് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി പോകാനോ കൂട്ടുകാരെ കൂടെ കളിക്കാനോ എന്നുള്ള അവസരം ഇല്ല, അതിനുള്ള കഴിവ് അവൾക്ക് ഇല്ല. വഹ് കിസ്കെ സാത്ത് ബാത് കരെ, അവൾ ആരോടാണ് സംസാരിക്കുക, കിസ്കെ സാത്ത് ഹസെ, ആരോടാണ് ചിരിക്കുക. പിന്നെ അവൾക്ക് ആ വീട്ടിൽ വേറെ ആരും ഇല്ല. യഹ് പ്രശ്ന സദാ ഹി ബന രഹത, ഇത് സ്ഥിരമായിട്ടുണ്ടാവുന്ന പ്രശ്നമാണ്. എന്നും ഉച്ചയ്ക്ക് ശേഷം അവൾ ഈ ഒരു പ്രശ്നം അവൾ സ്ഥിരമായിട്ട് അനുഭവിക്കുന്നു. ഏസെ ഈ സമയമേ വഹ് ബൂഢാ പോസ്റ്റ്മാൻ ആ ജായ കത്ത, ഈ സമയത്തായിരുന്നു ആ വൃദ്ധനായ പോസ്റ്റ്മാൻ വന്നും പോയും കൊണ്ടിരുന്നത്. ഓക്കെ, वह हमेशा ही जल्दी में रहता, फिर भी कभी कभी खिड़की तक जाकर ठाक देता. അയാൾ എന്നും വന്നും പോയിരിക്കും. ചില സമയത്ത് ജനവാതിൽ വരെ വന്നിട്ട് കത്തതിലൂടെ ഇട്ടിട്ട് അയാൾ അങ്ങനെ അങ്ങോട്ട് പോകും. ഇതായിരുന്നു അയാളുടെ രീതി. ഓക്കെ, അപ്പോൾ മനസ്സിലായി പഴയ പോസ്റ്റ്മാന്റെ രീതി എങ്ങനെയാണെന്നുള്ളത്. അയാൾ കൂടുതലൊന്നും സംസാരിക്കാത്ത ഒരാളാണ്. കോയിനെ കോയി പരിചിത ആയാ ദേഖ് ബേബി കോ അച്ഛ ലഗ്ത, ആരെങ്കിലും ആരെങ്കിലും പരിചയമുള്ള ആരെങ്കിലും വരികയാണെങ്കിൽ ബേബിക്ക് അച്ഛനിലേക്ക് ബേബിക്ക് വളരെ സന്തോഷമാകുമായിരുന്നു അല്ലേ. തീരെ സംസാരിക്കാനൊന്നും ആളെ കിട്ടാതെ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന ആളുകൾക്ക് പുറത്തുനിന്ന് സുഹൃത്തുക്കളോ മറ്റു കുടുംബക്കാരൊക്കെ വരുമ്പോൾ വളരെയധികം സന്തോഷമായിരുന്നു എന്നാണ് ഈ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ബേബിയുടെ ആ അവസ്ഥ നമുക്ക് മനസ്സിലാവും. അവൾക്ക് പിന്നെ കാലില്ലാത്തത് കാരണം കൂട്ടുകാരുടെ കൂടെ കളിക്കാനോ കൂട്ടുകാരികളുടെ കൂടെ കളിക്കാനോ മറ്റ് കാര്യങ്ങൾ ചെയ്യാനൊക്കെ വളരെ പ്രയാസമായിരുന്നു. അതുകൊണ്ട് അവൾ വീട്ടിലിങ്ങനെ അടിഞ്ഞുകൂടിയിരിക്കുക. ഇസ്കെ ബാദ് തീസരെ ദിൻ ഫിർ പോസ്റ്റ്മാൻ കി ആവാസ് ആയി, അതിനുശേഷം വീണ്ടും മൂന്നാമത്തെ ദിവസം പോസ്റ്റ്മാൻ വീണ്ടും വന്നു. ടാക് ഗിർനയ്ക്ക് ആവാസ് നെയ് സുനായി ദി, കത്ത് പതിവ് പോലെ കത്ത് തറയിൽ വീഴുന്ന സൗണ്ട് അവൾ കേട്ടില്ല. ചൽത്തി ഹുയി ബേബി അഹാത്യമേ, പതുക്കെ പതുക്കെ അവൾ എന്ത് ചെയ്തു, മുറ്റത്തേക്ക് വന്നു, സിറ്റ് ഔട്ടിലേക്ക് വന്നു. പോസ്റ്റ്മാൻ അഭികടക, അപ്പോഴും പോസ്റ്റ്മാൻ അവിടെ നിൽക്കുന്നുണ്ട്. ബേബിക്ക് ഓർ ദേഖർ വഹ് മുസ്കുരായ, ബേബിയെ നോക്കിയിട്ട് വഹ് മുസ്കുരായ എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കുക എന്നാണ്. ഹസ്ന എന്ന് പറഞ്ഞാൽ ചിരിക്കുക, മുസ്കുരായ എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കുക. ബേബിയെ നോക്കി അയാൾ പുഞ്ചിരിച്ചു. ബേബി ബി ഹസി, ബേബിയും ചിരിച്ചു. ടാക്ക് ലേക്കർ ബേബിനെ വിളിച്ച, കത്ത് വാങ്ങിയിട്ട് ബേബി അയാളോട് ചോദിച്ചു, ക്യാ തും നയ പോസ്റ്റ്മാൻ ഹോ, എന്താ ചോദിച്ചത്, നിങ്ങൾ പുതിയ പോസ്റ്റ്മാൻ ആണോ? ജി. അപ്പൊ അയാൾ പറഞ്ഞു യെസ്. ടാക്ക് ഫേങ്കർ തും ചലേ ജായ കരോ മുझे ആനെ മേ ദേർ ലഗ്തി. അപ്പൊ ആ കുട്ടി ബേബി ആ പോസ്റ്റ്മാനോട് പറയണേ, കത്ത് ഇവിടെ ഇട്ടിട്ട് നിങ്ങൾ പോയിക്കോളൂ, ഞാൻ വരാൻ വൈകും, നിങ്ങളുടെ സമയം വെറുതെ നഷ്ടപ്പെടുത്തണ്ട എന്ന് പോസ്റ്റ്മാനോട് ബേബി പറയാം. പോസ്റ്റ്മാൻ ने बेबी के पैरों की ओर देखा और देर तक मौन रहा. പോസ്റ്റ്മാൻ കുറെ നേരം ബേബിയുടെ കാലുകളിലേക്ക് നോക്കിയിട്ട് കുറെ സമയം മൗനമായിട്ട് ഇങ്ങനെ നിന്നു. ഇസ് ലഡ്കി കോ ഭഗവാൻ ने पैर क्यों नहीं दिए, ഈ പെൺകുട്ടിക്ക് ദൈവം ഈശ്വരൻ എന്തുകൊണ്ടാണ് കാല് കൊടുക്കാതിരുന്നത്? ഏസാ ഷായദ് ഉസേ ലഗാവുക, അങ്ങനെ അയാൾക്ക് തോന്നി. വഹ് കുച്ച് ബോലാ നഹീ, അയാളൊന്നും പറഞ്ഞില്ല. पर उसकी आंखों से कुछ यही भाव चलता, എന്നാൽ അയാളുടെ കണ്ണുകളിൽ നിന്ന് ഈ ഭാവം പ്രകടമായിരുന്നു. എന്താണ്, ഈ കുട്ടിക്ക് എന്തുകൊണ്ടാണ് ദൈവം കൊടുക്കാതിരുന്നത്, കാലുകൾ കൊടുക്കാതിരുന്നത് എന്നുള്ള ഭാവം അയാളുടെ കണ്ണുകളിൽ ആംഖോമേം ചൽക്ക എന്ന് പറഞ്ഞാൽ പ്രകടമാവുക, കണ്ണുകളിൽ നിന്നും പ്രകടമായിരുന്നു. കുറച്ച് ഭാഗം കൂടി എടുക്കുക.
ചെറിയ ഒരു കഥയാണ്, നിങ്ങൾക്ക് നന്നായി വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഉസ്നെ ബഹുത് ഹി കോമൽ തഥാ ദബി ആവാസ് മേ കഹാ, അദ്ദേഹം വളരെ ലളിതവും ചെറിയ ശബ്ദത്തിൽ, ദബി ആവാസ് ചെറിയ ശബ്ദത്തിൽ അയാൾ പറഞ്ഞു, ലഗിനെ ദോ ബഹിൻ, നോക്കൂ സഹോദരി, പോസ്റ്റ്മാൻ കാ കാം ജിസ് തിസ്കി ടാക് കോ ജിസ് തിസ്കെ ഹാത്തോ മേ സോംപിനെ കാ അഹാത്തെ മേ ഫെങ്കിനെ കാ നഹി. എന്താ പറഞ്ഞത്? ഒരു പോസ്റ്റ്മാന്റെ ജോലി എന്ന് പറഞ്ഞത് ആരുടെ പേരിൽ എഴുതിയ കത്താണോ അത് അയാളുടെ കയ്യിലെത്തിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അഹാത്തെ മേ ഫെങ്കിനെ കാ നഹി, അത് മുറ്റത്ത് എറിഞ്ഞിട്ട് തിരിച്ചു പോവലല്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. എന്താണ് പോസ്റ്റ്മാൻ പറഞ്ഞത്? ബേബി പറഞ്ഞത്, നിങ്ങൾ എന്നെ വെയിറ്റ് ചെയ്യണ്ട, നിങ്ങൾ കത്തെറിഞ്ഞിട്ട് നിങ്ങൾ പോയിക്കോളൂ എന്നാണ്. അതിനുള്ള മറുപടിയാണ് ഈ പോസ്റ്റ്മാൻ പറയുന്നത്. ഒരു പോസ്റ്റ്മാന്റെ ജോലി എന്ന് പറഞ്ഞത് ഒരിക്കലും എന്തല്ല, ഒരു പോസ്റ്റ്മാന്റെ ജോലി എന്ന് പറഞ്ഞത് ആരുടെ പേരിൽ എഴുതിയ കത്താണോ അത് അയാളുടെ കയ്യിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അതൊരിക്കലും മുറ്റത്തെറിഞ്ഞു പോരലല്ല. ഓരോ ജോലിയും ചെയ്യുമ്പോൾ അതിൻ്റെതായ ഉത്തരവാദിത്വത്തിൽ ചെയ്യണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഈ ഒരു ഭാഗം, അല്ലേ? യെസ്, വഹ് ബോൽ ലഹദ, അങ്ങനെ അയാൾ പറഞ്ഞു. തബ് ബേബിനെ ഉസ്കെ പൈരോം കി ഓർ ദേഖാ, ആ സമയത്ത് ബേബി അയാളുടെ കാലുകളിലേക്ക് നോക്കി. കിത്തിനെ മസ്ബൂത്ത് ഔർ ഗോൾ ഗോൾ, എത്ര ദൃഢവും ഗോൾ ഗോൾ ഉരുണ്ടതുമായ കാലുകൾ, അല്ലേ? ഈസ് പോസ്റ്റ്മാൻ കി പയർ കിത്തിനെ അച്ഛതെ, ഈ പോസ്റ്റ്മാന്റെ കാല് എന്തൊരു ഭംഗിയാണ്, കിത്തിനെ അച്ഛതെ. ഇതൊക്കെ ഇവിടെ കണ്ണ് ഇല്ലാത്തവർക്ക് കാഴ്ചയുടെ വില അറിയൂ എന്ന് പറഞ്ഞ പോലെയാണ്. തനിക്കൊരു കാലില്ല, അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റൊരാളുടെ അടുത്ത് കാണുമ്പോൾ ബേബിക്ക് വളരെ ആകാംക്ഷയും സന്തോഷമൊക്കെ ഉണ്ട്. അവൾ അതൊക്കെ വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ പോസ്റ്റ്മാന്റെ കാല് നല്ല ദൃഢവും ഉറപ്പുള്ളതും റൗണ്ട് ആകൃതിയുള്ളതാണ്. അച്ചാനക് ബേബിക്ക് ധ്യാൻ മേ ആയ കി യേ അച്ഛേ പയർ നംഗേ, നല്ല കാലുകളാണ്. പെട്ടെന്ന് അവളുടെ ശ്രദ്ധ പതിഞ്ഞത് എന്താണ്? നല്ല മനോഹരമായ കാലുകളാണ്, പക്ഷേ അച്ഛേ പയർ നംഗേ, എന്നാൽ ആ കാലിൽ നഗ്നമാണ്, ഒന്നിട്ടിട്ടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ചെരുപ്പ് ധരിച്ചിട്ടില്ല അയാൾ. അതാണ്, മനോഹരമായ കാലുകളിൽ അദ്ദേഹം ചെരുപ്പ് ധരിച്ചിട്ടില്ല എന്ന് ബേബിക്ക് മനസ്സിലായി. ഇസ്നെ പൈരോ മേ കുച്ച് പഹനാ ക്യോ നഹി, ഇയാളെന്താ, അല്ലെങ്കിൽ ഇദ്ദേഹം എന്താ കാലുകളിലൊന്നും അണിയാത്തത്? അതായത് ചെരുപ്പ് എന്താണ് ധരിക്കാത്തത് എന്നാണ് ചോദിച്ചത്. പോസ്റ്റ്മാൻ ലൗട്ട് ഗയ, പോസ്റ്റ്മാൻ തിരിച്ചുപോയി. സുന്ദർ പഗ് ദർത്തെ ഹുവേ ചല ഗയ, സുന്ദരമായ സ്റ്റെപ്പുകൾ വെച്ചിട്ട് അയാള് തിരിച്ചുപോയി. ബേബിനെ സോച്ചാക്കി കദാച്ചിത് ഉസ്കെ ജൂത്തെ ഫട്ട് ഗയോ, ബേബി ഇങ്ങനെ ചിന്തിച്ചു. കദാച്ചിത്, ഒരു പക്ഷേ, ഷായത്, അതാണ് കദാച്ചിത്. ഉസ്കെ ജൂത്തെ ഫട്ട് ഗയോങ്കെ, അയാളുടെ ചെരുപ്പ് പൊട്ടിപ്പോയിട്ടുണ്ടാവും. വേ മർമ്മത്ത് നോക്കറാത്തേങ്കെ, അത് നന്നാക്കിയിട്ട് അയാൾ ഇനി വരുമ്പോൾ അങ്ങനെ വരും എന്ന് അവള് ചിന്തിച്ചു. ദോടി ദേർ കെ ലിയേ ഹി സഹി ഇസ് തർക്ക് സെ ബേബി കോ അച്ഛ ലഗ, കുറച്ച് സമയത്തേക്കാണെങ്കിലും ഇതിങ്ങനെ ചിന്തിച്ചപ്പോൾ അവൾക്ക് ഒരു വല്ലാത്ത സന്തോഷം തോന്നി. ടാക് ലേക്കർ കുർസി പർ ബൈഠെ, കത്ത് വാങ്ങിയിട്ട് അവൾ കസേരയിൽ വന്നിരുന്നു. പോസ്റ്റ്മാൻ കെ നംഗേ പർ ഉസ്കെ മൻ സെ ധീരെ ധീരെ ചലേ ഗേ, പോസ്റ്റ്മാന്റെ ആ നഗ്നമായ കാലുകളുടെ മനസ്സിൽ നിന്ന് പതുക്കെ പോയി. അപ്പൊ സ്വാഭാവികം ഇവര് ബേബിക്ക് എന്ത് കാര്യങ്ങളും പുതുതായിട്ട് കാണുമ്പോൾ വളരെ ആകാംക്ഷയോടെ അതിനെക്കുറിച്ച് കുറച്ചേറെ ചിന്തിക്കും. അങ്ങനെ ഒരു സ്വഭാവം കൂടി ഉണ്ട് ഈ ബേബിക്ക്. എന്തൊരു കാര്യം പുതുതായിട്ട് മനസ്സിലായാൽ അതിനെക്കുറിച്ച് കുറച്ച് സമയം അവളുടെ മനസ്സിലുണ്ടാവും, അതിനെക്കുറിച്ചൊന്ന് അവളൊന്ന് ചിന്തിക്കും. അത്തരമുള്ള ഒരു സ്വഭാവത്തിനുടമയാണ് ബേബി. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ 2 വർക്കാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒന്ന്, ഈ ചിത്രത്തിന് യോജിച്ച ഒരു അടിക്കുറിപ്പ്, ഒരു തലക്കെട്ട് കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് കാണിച്ച ഈ ചിത്രത്തിന് ഒരു യോജിച്ച ടൈറ്റിൽ കൊടുക്കുക. മറ്റൊന്ന്, ഇവിടെ ഒരു ചോദ്യം, പാഠഭാഗത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ചോദ്യം കാണാം. ഇവിടെ പേജ് നമ്പർ 53 ലഗിനെ ദോ ബഹിൻ, അല്ലയോ പ്രിയപ്പെട്ട കുട്ടി ഒന്ന് ശ്രദ്ധിക്കൂ. പോസ്റ്റ്മാൻ का काम जिस तिसकी टाक को जिस तिसके हाथ में सौंपने का हाथ में फेंकने का नहीं. ഒരു പോസ്റ്റ്മാന്റെ ജോലി എന്ന് പറഞ്ഞത് ആരുടെ പേരിൽ എഴുതിയ കത്താണോ അത് അയാളുടെ കയ്യിൽ ഏൽപ്പിക്കലാണ്, അതൊരിക്കലും മുറ്റത്ത് എറിയലല്ല. യഹാ
കോൻസ മനോഭാവ പ്രകടവത്ത. ഇവിടെ പോസ്റ്റ്മാന്റെ ഏത് മനോഭാവമാണ് പ്രകടമാവുന്നത്, ആ പോസ്റ്റ്മാന്റെ ഏത് സ്വഭാവമാണ് അവിടെ പ്രകടമാവുന്നത്, അതാണ് നിങ്ങൾ ഒരു 3 സെന്റൻസിലാക്കിയിട്ട് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഭാഗത്തിൽ നമ്മൾ എടുക്കുന്നത്. എല്ലാ കുട്ടികളും നന്നായി വായിച്ചിട്ട് അതിൻ്റെ ഡൗട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ട് തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കണം.